സ്നേഹമുള്ളവരെ, എത്യോപ്യ എന്ന രാജ്യത്തിൻ്റെ മനോഹാരിതയും സംസ്കാരത്തെയും കുറിച്ച് പ്രേക്ഷകരായി നിങ്ങളെ അറിയിക്കണം എന്ന ആഗ്രഹത്തിൽ തുടങ്ങിവെച്ച ഈ സംരംഭത്തിൽ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇന്ന് ഞാൻ പങ്കെടുത്ത കർത്താവിൻ്റെ മാമോദീസ പെരുന്നാളിനെ കുറിച്ചാണ്. തിമിക്കത്ത് എന്നാണ് ഇതിനിവിടെ പറയുന്ന പേര്. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന, പ്രത്യേകിച്ച് ഇവിടുത്തെ ജനസംഖ്യയുടെ 50% വരുന്ന ഓർത്തഡോക്സ് വിശ്വാസികളുടെ പെരുന്നാളാണ്. 3 ദിവസം മുതൽ 6 ദിവസം വരെയാണ് ഈ തിരുനാൾ ആഘോഷം. സാധാരണയായി ജനുവരി 6 കത്തോലിക്കർ നടത്തുന്ന ഈ പെരുന്നാൾ ഇവിടെ ആഘോഷിക്കുന്നത് ജനുവരി 19, 20, 21 തീയതികളിലാണ്. ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ദേവാലയങ്ങളുടെ അൾത്താരയിൽ വിശുദ്ധരുടെ പേരിൽ സ്ഥാപിച്ചിരിക്കുന്ന താബോത്ത് പ്രദക്ഷിണമായി പുറത്തു കൊണ്ടുവരുന്ന ചടങ്ങാണ് ഇത്. എന്താണ് താബോത്ത്? തബലീത്ത എന്ന് നമുക്കതിനെ വിളിക്കാമെങ്കിലും അതിന് മറ്റർത്ഥങ്ങൾ കൂടിയുണ്ട്. ഇതിനെ വാഗ്ദാന പേടകത്തിൻ്റെ മിനിയേച്ചർ ഫോമായും ഈശോ തന്നെയായും കണക്കാക്കുന്നുണ്ട്. മാമോദിസായുടെ തലേ ദിവസം, അതായത് ഇന്നലെ, ഈ താബോത്ത് കിന്നര വീണമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പുറത്തെടുത്ത് ആഘോഷമായി ദേവാലയത്തിൻ്റെ അടുത്തുള്ള നദീതീരത്ത് സ്ഥാപിക്കുന്നു. രാത്രിയിൽ തുടർന്ന് ജനങ്ങളൊക്കെയും വിശ്വാസികളൊക്കെയും പ്രാർത്ഥനയോടുകൂടി അവിടെ ആയിരിക്കുന്നു. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ അവിടെ വെച്ച് തന്നെ വിശുദ്ധ കുർബാനയും അതിനെ തുടർന്ന് എല്ലാവരും മാമോദീസ മുങ്ങുകയും വെഞ്ചരിച്ച വെള്ളം അവർ സ്വീകരിക്കുകയും ഭവനത്തിൽ കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. ഇതിനെ തുടർന്ന് വീണ്ടും ആഘോഷമായി ഈ താബോത്ത് അടുത്തുള്ള ദേവാലയങ്ങളിലേക്ക് പ്രധാന വീഥികളിലൂടെ അവർ കൊണ്ടു ചെല്ലുന്നു. തുടർന്നുള്ള പ്രാർത്ഥന അവിടെ വെച്ച് ശേഷം വൈകുന്നേരം ഈ താബോത്തുകൾ അവരവരുടെ ദേവാലയങ്ങളിലേക്ക് മടക്കി കൊണ്ടുപോകുന്നു. അതിനുശേഷം അതാത് ദേവാലയങ്ങളിൽ സ്ഥാപിക്കുന്നു. ഇതാണ് ഈ ശുശ്രൂഷ. ഇതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ പെരുന്നാളിൻ്റെ ഭക്ഷണവും അവർ ആഘോഷപൂർവ്വം കഴിക്കാറുണ്ട്.